ഹായ് ഓൾ എന്നാൽ എന്നോട് പറയിൽ ഇന്ന് നമ്മൾ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് ചെന്നിട്ട് ആളുടെ വിശേഷങ്ങൾ കൂടുതൽ ചോദിച്ചറിഞ്ഞാലോ? കമോൺ. കഴിച്ചായിരുന്നോ? കഴിച്ചു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? ഇന്ന് സീരിയലിന് പോകാനായിട്ട് നിൽക്കുന്നതാണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് നല്ല ദാഹം. എന്തെങ്കിലും തരുമോ വെള്ളം? അയ്യോ, ചായ ഇടാം. മതി. ഓക്കെ, അമ്മ എന്താ എനിക്ക് ഇട്ടുതരാൻ പോകുന്നത്? ചായയാണോ കട്ടൻ ചായയാണോ? ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്, പഞ്ചസാര ഇടത്തില്ല. എനിക്ക് പഞ്ചസാര ഇട്ട് തരൂലേ? പഞ്ചസാര തൽക്കാലം എടുക്കാം. അതുകൊണ്ടെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച്. ഞാൻ അമ്മേനെ സഹായിക്കാം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സീരിയലൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇല്ലാതെ ഒരു ദിവസം നിൽക്കുമ്പോൾ എനിക്ക് വെപ്രാളം എടുക്കും. ഇവിടെ അമ്മ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഷൂട്ടിംഗ് ഇല്ലാണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമല്ലേ? എനിക്ക് ഭയങ്കര തോന്നല. നമ്മൾ അവശയാവുന്നതിന് മുമ്പ് സ്വയം മാറുന്നതാണ് നല്ലതെന്നൊക്കെ എനിക്ക് ചുമ്മാ ഇരുന്ന് ചിന്തിക്കുമ്പോൾ തോന്നും. പക്ഷെ ഞാൻ നിർത്തുന്നില്ല കേട്ടോ. എനിക്ക് അരിപ്പ തരാവോ? കഴിക്കൊന്നും വേണ്ട, കഴിച്ചിട്ടാ വന്നത്. നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? സംസാരിക്കാമല്ലോ. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനല്ലേ ഇട്ടേ, അത്ര പോരാ. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്താണ് പുതിയ വിശേഷം? ഇങ്ങനെ സീരിയലുള്ളത് കൊണ്ട് ജീവിച്ചു പോണ്. എങ്ങനെ ഈ പ്രായത്തിൽ അമ്മ ഇത്ര ആരോഗ്യത്തോടെ, അല്ലെങ്കിൽ ഇത്ര 2 സീരിയൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, ആ ഒരു മനസ്സെങ്ങനെ കിട്ടുന്നു? അഭിനയിക്കുന്നതിന് എനിക്ക് നല്ല മനസ്സാണ്. അഭിനയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മടുപ്പും തോന്നിയിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം വിചാരിക്കും അവശതയായി, ചാവാറായി, അവരെ കൊണ്ടൊക്കത്തില്ല എന്നൊക്കെയാണ് അവരുടെ മനസ്സിലെ വിചാരം. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ട് വരുമ്പം നല്ല. ഏതെങ്കിലും പുതിയ സിനിമ എന്തെങ്കിലും അമ്മ ചെയ്തായിരുന്നോ? ഇപ്പം ആട് 2 ഞാൻ അഭിനയിച്ചു. ആട് 3 വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ്. ആട് 3 വിളിച്ചാൽ പോകും. അമ്മ വളരെ കുഞ്ഞിലേ തന്നെ തിയേറ്റർ നാടകത്തിൽ നിന്നല്ലേ തുടങ്ങിയിട്ടുള്ളത് അഭിനയം? ഇവിടെ സ്വാതി തിരുനാൾ കോളേജിൽ ഞാൻ 4 വർഷം ഡാൻസ് പഠിച്ച് പാസ്സായി, നടനഭൂഷണം പാസ്സായ സ്ത്രീയാണ്. അപ്പം ഞാൻ ഡാൻസ് കാര്യമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പഠിച്ച് പാസ്സായി വന്നപ്പോൾ ഒരു അന്നത്തെ കാലം ഭയങ്കരമാണ്. ഇത്ര ഡാൻസ് ഒന്നുമില്ല. നമ്മുടെ പട്ടാളം എന്നാണ് എൻ്റെ അച്ഛനെ വിളിക്കുന്നത്. പട്ടാളത്തിൻ്റെ മോൾ ഇതൊക്കെ പഠിച്ച് പാസ്സായി വന്നിരിക്കുകയാണ്. അന്ന് ആണുങ്ങളാണ് പെൺവേഷം കെട്ടുന്നത്. ആ കൊച്ചിനെ ഒന്ന് വിളിച്ചാൽ എന്താ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു അമേച്ചൂർ നാടകം എടുത്തപ്പോൾ ബുക്കാണ്, പുസ്തകം, പുത്രകാമേഷ്ടി എന്നൊക്കെ പറയുന്ന CL ജോസിൻ്റെയൊക്കെ എടുത്തപ്പോഴത്തേക്ക് അതിൽ ഒരു ചെറുക്കൻ്റെ അനിയത്തിയായിട്ട് എന്നെ വിളിച്ച് അഭിനയിപ്പിച്ച്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീട്ടിൽ എങ്ങനെയായിരുന്നു അമ്മ ഇങ്ങനെ നാടകത്തിനൊക്കെ പോകുന്ന സമയത്ത്? വീട്ടുകാർക്കൊക്കെ സമ്മതമായിരുന്നു? അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഒത്തിരി എതിർപ്പുകളും പേരുദോഷങ്ങളും അതും ആട്ടക്കാരി എന്നൊക്കെ എന്നെ പറഞ്ഞു ഒരുപാട്. അതൊക്കെ പോട്ടെ. ആരമ്മേനെ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുന്ന ആരാ? ബന്ധുക്കളിൽ നിന്നാണോ അതോ അയൽക്കാരിൽ നിന്നാണോ? എൻ്റെ ആൾക്കാരിൽ നിന്ന്. ബന്ധുക്കളിൽ നിന്ന്. അന്യൊരു കുശുമ്പാട്ട് നോക്കാനേ ഒക്കത്തുള്ളൂ. ഞാൻ വാച്ചൊക്കെ കിട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ജിമുക്കായൊക്കെ എഴുതുമായിരുന്നു, സ്വർണത്തിൻ്റെ ജിമുക്ക. അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വരുമ്പം നല്ല തുണികളൊക്കെ വാങ്ങിച്ചിരിക്കും. അവിടങ്ങളിലൊന്നും തുണിയില്ല. അത് ഓണത്തിനൊരു തുണി, സ്കൂൾ തുറക്കുമ്പോൾ ഒരു തുണി, 2 തുണിയാ. കുട്ടിക്കാലം എങ്ങനെയായിരുന്നു അമ്മയുടെ? കഷ്ടപ്പാടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? നിങ്ങൾ വളർന്ന സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? കാലത്തെ വഴങ്ങഞ്ഞാണ് കുടിക്കേണ്ടത്. കാപ്പി ഉണ്ടാക്കുന്നത് മലയാള മാസം 1-ാം തീയതി. കുറേ പേര് കാണും. ഞങ്ങൾ അല്ലെങ്കിൽ ഫുൾ പഴങ്കഞ്ഞിയായിരിക്കും. ചിലപ്പോൾ പഴങ്കഞ്ഞിയായിരിക്കും, ചിലപ്പോൾ പഴങ്കഞ്ഞിയൊക്കെയാണ്. 1-ാം തീയതി ഓറും കാപ്പി, പലഹാരങ്ങൾ, അപ്പം, പുട്ടൊക്കെ ഉണ്ടാക്കി വെക്കാം. അന്ന് കുശാലാണ്. ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ പോയിരിക്കും. എനിക്കിഷ്ടമാണ്. അപ്പോൾ ഒക്കെ ഞാൻ കറിയില്ലാതെ എടുത്ത് തിന്നുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. ചുട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു അമ്മ? പഠിക്കുമായിരുന്നോ? പഠിക്കൂലായിരുന്നു. അപ്പൊ അതൊക്കെ വീട്ടിൽ വഴക്കായിട്ടുണ്ടോ അങ്ങനെ പഠിക്കാത്തതിനൊക്കെ? വഴക്ക് പറയോ അച്ഛനും? 9-10 മണി വരെ ഇരുന്ന് രാത്രി പഠിക്കണം അച്ഛനുണ്ടെങ്കിൽ. എനിക്ക് ഛർദ്ദിക്കാൻ വരും. പുസ്തകം എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരുമാതിരി വെള്ളം വരും, ഇങ്ങനെയൊക്കെ വരും. പുസ്തകം നോക്കി എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഈ 4 മക്കളിൽ ഏറ്റവും ചട്ടമ്പി അമ്മയായിരുന്നോ? കാണാൻ കൊള്ളാത്തതും ചട്ടമ്പിയും ഞാനായിരുന്നു. എൻ്റെ അനിയത്തിയാണെങ്കിൽ സുന്ദരിയായിരുന്നു. ചേച്ചിയാണെങ്കിൽ ബ്രാഹ്മണ സ്ത്രീയെ പോലെ ഇരിക്കുകയായിരുന്നു. സഹോദരനും അതുപോലെ തന്നെ നല്ലതാണ്. ഞാൻ മാത്രം ഒരു ഉണ്ടയും ഇങ്ങനെയായിപ്പോയി. അപ്പം അമ്മ സുന്ദരിയാണല്ലോ. അല്ല, ആരും പറഞ്ഞു സുന്ദരിയല്ലെന്ന്? അമ്മ സുന്ദരിയാണ്. അങ്ങനെ കളിയാക്കുമായിരുന്നു അമ്മേനെ കുഞ്ഞിലെ? കറമ്പി എന്നൊക്കെ വിളിക്കുമായിരുന്നല്ലേ? കരടി
എന്നൊക്കെ പറയുന്ന കാര്യം അങ്ങനെ വഴക്ക് കൂടും. കാര്യമായിപ്പോയി കറുമ്പാണെങ്കിൽ നിനക്കെന്ത് വെളുത്തിരുന്നേച്ചാലും മതി എന്നൊക്കെ ഞാൻ വഴക്ക് കൂടും. അമ്മ കല്യാണം കഴിച്ചത് സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് നല്ല പ്രശ്നമായിരുന്നില്ലേ വീട്ടില്? ബാലയിൽ പോകുമായിരുന്നു. ബാലയിൽ പോയപ്പോൾ അതൊരു മേക്കപ്പ് പറഞ്ഞ് കാണാൻ നല്ലതായിരുന്നു, മോളെ പോലെ ഇരിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒന്നും കാണാൻ കൊള്ളുന്നവരില്ല. എനിക്ക് അവരെ ആരെയും കാണാനും അങ്ങനെ സ്നേഹിച്ചതും ഇല്ല, എനിക്ക് സ്നേഹിക്കണമെന്നും ഇല്ലായിരുന്നു. ഇവരെന്നെ വിടുന്നില്ല, വീട്ടുകാരെന്നെ ഒന്നിനും ഇതിനൂടെ പോയിട്ട് നിർത്തണം. അപ്പം ഇയാളെ സ്നേഹിക്കാമെങ്കിൽ ഇയാൾ എന്നെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അത് ഡാൻസ് ഉണ്ട്, ഡാൻസ് ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങനെ ഡിസ്കൊക്കെ കറക്കണം, ലൈറ്റ് കാരണം ഞാൻ സൈഡിൽ അങ്ങനെ കണ്ടു. ഇയാൾ ഫ്രണ്ടിൽ വന്നിരിക്കും, അപ്പം ഞാൻ അയാളെ നോക്കും. ഇങ്ങനെ നോക്കുന്നതൊക്കെ സ്റ്റെപ്പൊക്കെ എടുക്കുമ്പോഴേ ഞാൻ തന്നെ നോക്കും അയാളെ. പല അമ്മയാണോ ഇഷ്ടം പറഞ്ഞത് അങ്ങോട്ട്? പറഞ്ഞില്ല. പിന്നെ അയാൾ എൻ്റെ പടം വരയ്ക്കും. നല്ല ആർട്ടിസ്റ്റും കൂടെയാണ്. പടം വരച്ചിട്ട് വേണ്ട വലിയ പാവങ്ങളായിരുന്നു. കൊള്ളാം. അച്ഛൻ മരിച്ചതിന് ശേഷമാണോ അമ്മ കല്യാണം കഴിക്കുന്നത്? അയ്യോ അച്ഛൻ അതുവരെ ഞാൻ പോയതൊക്കെ അറിഞ്ഞ അച്ഛൻ എന്നെ പിടിച്ചടിച്ച്. അയാൾ എനിക്ക് തന്ന പടങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. എങ്ങനെയോ അറിഞ്ഞ് ചൂരലുകൊണ്ട് എന്നെ അടിച്ച്. അപ്പം അമ്മ പറഞ്ഞ് അടിക്കരുതേ, ഇങ്ങനെ അടിക്കരുത്, എന്നാൽ നിന്നെ അടിക്കാൻ ഞാൻ അടിക്കാമെന്ന്. അച്ഛൻ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. പിന്നെ ഞാനങ്ങ് പോയി, ഭയങ്കര പ്രശ്നമായി. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കിട്ടുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചു. എൻ്റെ വീട്ടുകാരെന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഇറങ്ങി പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലം വിട്ടൊക്കെ അങ്ങ് പോയി. എനിക്ക് കൂട്ടുകാരികളുണ്ടായിരുന്നു, അവരൊക്കെ എന്നെ രക്ഷിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവരൊക്കെ കാർണിവൽ ഷോയൊക്കെ അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. കാർണിവൽ ഷോയൊക്കെ നടത്തുന്നവരാ, അതിലെന്നെ കൊണ്ടുപോയി. എനിക്ക് അവരെ ഡാൻസ് അറിഞ്ഞുകൂടാ. അവരിങ്ങനെ ബ്രേസ് ഇങ്ങനത്തെ ഇട്ട് ഇത്രയേറെക്കുള്ള പാവാട കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഡാൻസാണ്. എനിക്കാണെങ്കിൽ ഭരതനാട്യം അതൊക്കെയാണ് എൻ്റെത്. അപ്പോഴത്തെ ഇപ്പോൾ എന്തോ ചെയ്യും, എനിക്ക് പഞ്ചാബി ഡ്രസ്സ് പോലെ ഇത്രയുള്ള ഞാൻ അങ്ങനത്തെ ഡ്രസ്സും ഇടത്തില്ല. എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല, അങ്ങനത്തെ കണ്ണുന്നതേ ഇഷ്ടമല്ല. ഞാൻ ഇതൊക്കെയുള്ള പൈജാമ ഇട്ട് നല്ല ഉടുപ്പും പൈജാമ ഇട്ടിട്ട് തമിഴാണ് അങ്ങ് രാജപാളയത്തിലൊക്കെ പോയേ ഇവർ കണ്ണൂർ. അപ്പം അതിൽ പൂമാലയിൽ പൂമല്ലിക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. ഞാൻ ഭരതനാട്യം പോലെ ദേഹമൊക്കെ കുലുക്കണം അവർക്ക്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുലുങ്ങണം ദേഹം. അതാണ് തമിഴർക്ക് ഇഷ്ടം. ഒറ്റ ഡാൻസേ ചെയ്തോളൂ. അന്ത അമ്മ വേണ്ട ഇന്ത അമ്മ വേണ്ട, ശമന്ത അമ്മ വരട്ടെ. എല്ലാവരും വെളുത്തവരാണ്. എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അന്നത്തെ ഒറ്റ ഡാൻസ് കൊണ്ട് ഞാൻ നിർത്തി. കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് അമ്മ ആ ബന്ധം വേണ്ടാന്ന് വെച്ചത്? മക്കൾ വലുതാകുമ്പോൾ ചിലവ് കൂടും. അയാളൊന്നിനും പോകത്തുമില്ല. ആദ്യമൊക്കെ അമ്മയായിരുന്നു ഫുൾ ഉത്തരവാദിത്വം എല്ലാം ഞാൻ. അപ്പൊ അമ്മ വീട്ടുകാരടുത്ത് സംസാരിക്കാൻ നോക്കിയില്ലായിരുന്നോ ഈ ബന്ധം? സംസാരിക്കാൻ എനിക്ക് ഫോണില്ല, ഒന്നുമില്ല, അവരെ കണ്ടിട്ടില്ല. ചെന്ന് സംസാരിക്കാനൊന്നും നോക്കിയില്ല അമ്മ അംഗീകരിക്കാൻ? ഞാൻ അവരോടൊന്നും യാതൊരു ഇതുമില്ല. എനിക്ക് ഇയാൾ മതി, ഇയാൾ മതി. അവസാനം ഇയാൾ എങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ഞാൻ വെറുത്തു. ഞാൻ പറഞ്ഞു ഞാൻ വെട്ടി വെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി. ഇയാൾക്ക് എന്നെ അടിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ ദൈവം എനിക്ക് ആരുമില്ല. കൊച്ചുങ്ങളടുത്ത് ഞാൻ പറയും എനിക്ക് കരയാൻ നാണക്കേട, അയൽവാസികൾ ആരും അറിയത്തില്ല. ഞാൻ പറയും മക്കളെ നിങ്ങൾ നിലവിളിക്കരുത്, എൻ്റെ അമ്മയെ കൊല്ലുന്നത് ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾ വിളിക്കത്തില്ല. കൊച്ചുങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിലും വിളിക്കും. എന്തിനാ ഉപദ്രവിക്കുന്ന അമ്മേനെ? അയാൾക്ക് പൈസ ഇല്ല, നമ്മൾ പൈസ കൊടുക്കണം. അമ്മയായിരുന്നു ജോലിക്ക് പൊക്കോണ്ടിരുന്നത്. ഞാൻ അമേച്ചോർ നാടകം കളിക്കാൻ പോകുന്നത് കൊണ്ടുവന്ന് അന്ന് അത്ര മതി കിട്ടുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും തേങ്ങയൊക്കെ പൂളി വാങ്ങിക്കാം. 1 കിലോയും 2 കിലോ ഒന്നും വേണ്ട. പൂളി തേങ്ങ വാങ്ങിച്ച് ഒരു തേക്കല പോലത്തെ എന്തര ഇല ഉണ്ടല്ലോ, പേപ്പറിലൊക്കെയാണ് പല ജനങ്ങൾ പൊതിഞ്ഞു തരും. അങ്ങനെയൊക്കെ ചിരിച്ച പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞാൻ ജീവിച്ചത്. കഷ്ടപ്പാടായിരുന്നു കല്യാണത്തിന് ശേഷം? നല്ല കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആദ്യം ഇല്ലായിരുന്നു. 1-2 മക്കളൊക്കെ ആയി കഴിയുമ്പോൾ കഷ്ടപ്പാട് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ എങ്ങനെയെന്നറിയാം, ഇയാൾ മരിച്ചതിന് ശേഷം എനിക്ക് പ്രൊഫഷണൽ നാടകം കിട്ടിയ അതും ഒരു വയസ്സി വേഷം. ഉപാസനയുടെ കൊന്നപ്പൂക്കളെന്നും പറഞ്ഞൊരു നാടകം. മൈതാനം മണ്ടോദരി എന്നും പറഞ്ഞ് ഈസ്റ്റ് പോർട്ടിൽ ഒരു തെരുവേശി, അവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ത്രീ. അങ്ങനെ അതങ്ങ് ഭയങ്കരമായി. പിന്നെ കാട്ടുകുതിര. അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് തൊട്ടതെല്ലാം പൊന്നായി. ഒറ്റ നാടകവും മോശമില്ല. 4 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച്. പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ അങ്ങോട്ട് മുറിവ് വന്ന് അവാർഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്നെ സീരിയലുകാർ വിളിച്ചത്. സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന്
സത്യനന്ദിക്കാട് സാറ് വിളിച്ചെന്നെ. അങ്ങനെയാണ് സിനിമയിൽ കയറിയത്. ഒത്തിരി നല്ല നല്ല ഡയറക്ടേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സിനിമാ സെറ്റിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല അനുഭവമാണ് എനിക്ക്. അപ്പം എല്ലാവരും ഒരുപാട് 3-4 നടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാടകത്തിൽ നിന്ന് വന്ന് 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാടകം കളിച്ചെന്നൊന്നും അവരുടെയും പറയല്ലേ, ഞാൻ നാടകം കളിച്ചത് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയരുത്, നാടകത്തിൻ്റെ ആരും ഒന്നും പറയണ്ട കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അവർക്കൊക്കെ അറിയാം, അവാർഡൊക്കെ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ നാടകം കളിച്ചത്. ഞാൻ പറയാനും പോയിട്ടില്ല. അപ്പോഴത്തേക്ക് കമൽ സാറ് സത്യനാഥ് സാർ കണ്ട ഇതെന്ത് ഗുണം, നാടകത്തിൻ്റെ ഗുണമാണ് ആ കാണിക്കുന്നതെന്ന്. കാരണം നമ്മൾ ശരിക്കും അഭിനയം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാടകത്തിൻ്റെ അഭിനയം വേറെ, സീരിയലിൻ്റെ അഭിനയം വേറെ, സിനിമയുടെ അഭിനയം വേറെ. നാടകം 8 നാടും പൊട്ടത്ത് കൊണ്ടാകും തൊണ്ട കൊണ്ടാണ് വലിച്ചു കയറേണ്ടത്. സീരിയലിന് തൊണ്ട കൊണ്ട് വലിച്ചു കയറിയില്ലെങ്കിലും ഇച്ചിരി ഓവർ ആക്ഷണം. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അടുത്ത് കളിക്കാൻ വന്നേക്കരുത് എന്നൊക്കെ പറയും. മറ്റേ അതല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അത്രയൊന്നും വേണ്ട, എന്നോട് കളിക്കാൻ വന്നാലുണ്ട് അറിയാലോ വിവരം. പിന്നെയാണ് സിനിമയിലങ്ങ് ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, അതൊക്കെ ഗംഭീരമായി. അതിനുശേഷം മഞ്ജു വാര്യർ, ഹൗ ആർ യു, നടൻ, പിന്നെ ആ സിനിമകളും എല്ലാം ഹിറ്റായി. നാടകം ഹിറ്റായതുപോലെ സിനിമയും ഹിറ്റായി. അത് അങ്ങനെ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തി. ഇപ്പോഴും അതുപോലെ തന്നെ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രജിത്തിൻ്റെ അമ്മ വേഷമായിട്ടാണ്, ഹൗ ഓൾഡ് ആർ യുവിലാണെങ്കിൽ മഞ്ജു ചേച്ചിയായിട്ട് ഒരു നല്ലൊരു കോമ്പിനേഷൻ സീനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മികച്ച അഭിനേതാക്കളോടൊപ്പമാണ് അമ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അനുഭവം എങ്ങനെയായിരുന്നു അമ്മയ്ക്ക്? ഞാൻ വിറച്ചാണ് ഇവരിപ്പോൾ വരും, അവരെ എങ്ങനെ കാണും, അവരൊക്കെ എന്തുമാത്രം സിനിമയിൽ അഭിനയിച്ച് എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോൾ വിയർത്ത് ഞാൻ ഒഴുകാണ്. അപ്പം ഇന്ദ്രജിത്ത് വന്നിട്ട് നല്ല മല്ലിക സുകുമാരൻ പറയും, എൻ്റെ മോനല്ല എന്നെ കാണാൻ പറയും, നിങ്ങളുടെ മോനാണ് എടുത്തോളാം. അത്ര സ്നേഹമായിരുന്നു, നല്ല സഹകരണമായിരുന്നു. ഇത്രയും നല്ല സ്നേഹമുള്ളൊരു ആ സിനിമ ഇന്ദ്രജിത്തിൻ്റെ കൂടെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചതുകൊണ്ട് പൃഥ്വിരാജ് ഡാർവിൻ്റെ പരിണാമത്തിൽ ആ അമ്മ തന്നെ എനിക്ക് മതിയെന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ പറഞ്ഞു വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നോ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് വിളിച്ചത് എൻ്റെ അമ്മയുടെ. അമ്മ കൂടുതലും ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദേഷ്യമുള്ള ഒരു കഥാപാത്രം, ആ ഒരു രീതിയിലായിരിക്കുമല്ലോ അമ്മ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഹൗ ഓൾഡ് ആർ യുവിലായിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടറാണ് തുടക്കത്തിൽ അല്ലേ, മഞ്ജു ചേച്ചിയായിട്ട് ആദ്യം ചെറിയ രീതിയിൽ ഒരു വഴക്ക് പോലുള്ള രീതിയിലല്ലേ തുടങ്ങുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മഞ്ജു ചേച്ചി വീട്ടിൽ വരുന്ന ഒരു സീനിൽ ശരിക്കും വേറൊരു അമ്മയാണ് നമ്മൾ കണ്ടത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും സങ്കടം തോന്നിപ്പോകുന്ന ഒരു അഭിനയം തന്നെയായിരുന്നു. ഉറപ്പായിട്ട് അതിന് തന്നെയാണ് അമ്മയ്ക്ക് അവാർഡ് കിട്ടിയത്. ആ ഒരു അഭിനയ മുഹൂർത്തമൊക്കെ എങ്ങനെയായിരുന്നു, അമ്മയ്ക്ക് എളുപ്പമായിരുന്നോ, മഞ്ജു ചേച്ചിയായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു സെറ്റിൽ എന്നുള്ളത് പറയുമോ? നമ്മളെ കൂടെ അഭിനയിക്കുന്നവരാണ് നമുക്ക് തരേണ്ടുന്നത്. മഞ്ജുൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ ഒക്കും. കാരണം ഒരു സ്ഥലത്തിൻ്റെ അതിൽ ഒരു ഭാഗം തന്നെ ഞാൻ ഇപ്പോഴും ചിന്തിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കഥ ഞാൻ പറയുമ്പോഴത്തേക്കും മഞ്ജു എന്നെ കാണാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ കാണാതെ ഇങ്ങനെ കരയുന്നതുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ എനിക്ക് വരും, നമ്മളെ കൂടെ അഭിനയിക്കുന്നവർ നമുക്ക് ഇട്ട് തരുന്നതാണ് നമ്മൾ അഭിനയിക്കുന്നത്. ഇപ്പം ലാലേട്ടനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതെങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടനായിട്ടുള്ള ഒരു അഭിനയം എങ്ങനെയായിരുന്നു? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ്. എന്തോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ മോൻ്റെ അസുഖത്തിന് ഞായറയ്ക്കൽ ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞു തന്ന് അവിടുന്ന് അങ്ങനെ PA 2-3 പേരെല്ലാം വന്ന് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്ന് അവിടെ ആളിനെ നിർത്തി ഞങ്ങളെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് എൻ്റെ മോൻ ജീവിച്ചത് ഇപ്പോഴും. സിംഗപ്പൂർ ഓണമെന്നും പറഞ്ഞൊരു സിംഗപ്പൂർ ഓണം, അപ്പം KPSCയിലെടുത്ത പിന്നെ പൊന്നമ്മ അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മോഹൻലാൽ പറഞ്ഞു വേണ്ട, അവരൊക്കെ ഇങ്ങനെ വരുമ്പം ഞാനിങ്ങനെ അപ്പം നമ്മളിങ്ങനെ കയറി ചെല്ലേണ്ടുന്നത് ഒന്നും അറിയാത്തൊരു ഒന്നും അറിയാമാത്തൊരു പാവപ്പെട്ട സ്ത്രീയാണ്. ഇച്ചിരി വിവരമുള്ളൊരു സ്ത്രീ, പാവപ്പെട്ടവരാണ്. അപ്പം നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവിടുത്തെ ആർഭാടം ആ സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ പറയുമ്പം പതുക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കണം. അവിടെ ഇരിക്കാനൊക്കെ നമുക്ക് പേടിയാണ്. എന്നിട്ട് ആൾ വന്ന് ചോദിക്കും, ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതിനെല്ലാത്തിനും ഉത്തരം പറയണം. ഞാൻ എല്ലാത്തിൻ്റെയും ഉത്തരം പറയുന്നത്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ അമ്മയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, അമ്മയ്ക്ക് ജീവിതത്തിൽ എന്താണ് ആഗ്രഹം? ഞാൻ പറഞ്ഞ് പിന്നെ എനിക്ക് മോഹൻലാലിനെ നേരിട്ടൊന്ന് കാണണം ഇങ്ങനെ പറയും. ഓ അത് ശരി,
മോഹൻലാൽ എന്നിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ മോഹൻലാൽ ഞാൻ മോഹൻലാൽ എന്നിങ്ങനെ പറഞ്ഞു. അയ്യോ ആരായി വന്നിരിക്കുന്നേ എന്ന്. അമ്മയും മോനുമായി മാറി ഞങ്ങൾ. പിന്നെ തൊട്ട് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം തന്നെ ഈ അമ്മയുടെ കുടുംബസംഗമത്തിന് വന്നപ്പോഴത്തേക്ക് കുടുംബസംഗമം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ മാസം എൻ്റെ മാസം. അപ്പോഴത്തേക്ക് പറഞ്ഞ് സേതുലക്ഷ്മി അമ്മ ഇവിടെയൊന്നും ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പേടിച്ചു. ഈ വിളക്കൊന്ന് കത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനും ശാന്തകുമാരിയും കൂടെ ചെന്നിട്ട് ശാന്തകുമാരിയും കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഞാനും വിളക്ക് കത്തിച്ച് ശാന്തകുമാരി വിളക്ക് കത്തിച്ച് അങ്ങനെയും ചെയ്തു. അത്ര. പിന്നെ അവരൊക്കെ ഇപ്പം വലിയ അങ്ങ് പോയി എനിക്ക് വേഷങ്ങൾ അപ്പോഴത്തെ എനിക്ക് ചോദിച്ചാൽ എന്തൊക്കെ വിശേഷം. ഞാൻ പറഞ്ഞു വിശേഷം ഞാൻ എപ്പോഴും സിനിമ വേണം സിനിമ. ഞാൻ പറഞ്ഞു വിശേഷമൊന്നുമില്ല, എനിക്ക് സിനിമ കുറവാണ്, സിനിമ തരണം, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു അയാൾക്കറിയാം ഞാൻ അങ്ങനെ പറയുമെന്ന്. മമ്മൂക്കയായിട്ടുള്ള അനുഭവം എങ്ങനെയായിരുന്നു? എന്നോട് മാത്രം തമാശ പറയും. തമാശ എന്നോട് ഇഷ്ടം പോലെ പറയും. എന്നിട്ട് ഉട്ടോപ്പിയിലെ രാജാവായിരുന്നു സിനിമ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട്, എന്തെങ്കിലും അകത്തോട്ട് തരണമെങ്കിൽ സർക്കാർ കാര്യക്കാരൻ കൊണ്ട് തരുന്ന നക്കാപ്പിച്ച കൊണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ പറഞ്ഞു ഈ പ്രാവ് നിനക്ക് പറയാതെ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ നല്ലത്? ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞതാ നല്ലത്. അങ്ങനെ പിന്നെ വേറെ എന്തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. പക്ഷേ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്കും കൂടെ എന്തെങ്കിലും തരണം. ഞാൻ പറഞ്ഞു ഇത്രയും വരുമാനം ഉണ്ടായിട്ടോ. എത്ര വരുമാനം? നമ്മൾ കോടാനുകോടി ഉണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. കോടാനുകോടി എൻ്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ അപ്പോഴും വേറെ സെറ്റിൽ വേറെ സീൻ വരുമ്പം സാർ സമയമായി, ചേച്ചി സമയമായി എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോകും. ഈ അളിയൻ സീരിയൽ സെറ്റ് ഇപ്പോൾ ഒത്തിരി വർഷമായി തുടങ്ങിയ സീരിയലല്ലേ, എങ്ങനെയുണ്ട് അളിയൻസിൻ്റെ ആ ഒരു കുടുംബം? കുടുംബമാണ്, ഒരു കുടുംബം പോലെയാണ് പോണത്. കുടുംബമാകുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുമ്മാ മാത്രമല്ലല്ലോ, വഴക്കൂടത്തില്ലേ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളും മരുമക്കളും ആരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സ്നേഹത്തിൽ മമ്മി അങ്ങനെ ഇതെന്തോ മമ്മി ആ കാണിച്ചത് അങ്ങനെ വരുമല്ലോ. അതുപോലെയാണ് ഞങ്ങൾ. അത് അങ്ങനത്തെ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അളിയൻസ് പിണങ്ങും, പിണങ്ങി ഇണങ്ങും. പിണങ്ങി ഒത്തിരി നേരം കഴിയുമ്പോഴത്തേക്ക് ചിലരിങ്ങനെ എൻ്റെ മുഖം കണ്ടിട്ട് അങ്ങ് പോകും. ഈ സെറ്റുകാരൊക്കെ യൂണിറ്റുകാരും അവരൊക്കെ വെച്ച് എന്ത് വല്ലാതിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ചോദിക്കും. മഞ്ജു എന്നിട്ട് എൻ്റെ മക്കൾ എന്നെ സേതുലക്ഷ്മി എന്ന് വിളിക്കും. എന്താ സേതുലക്ഷ്മിക്ക് സ്വഭാവം മാറി തുടങ്ങിയല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറരുതെന്ന് പറഞ്ഞിട്ടില്ലേ. ആരെന്ത് കാണിച്ചാൽ ചിരിക്കണം. നമുക്ക് വൈരാഗ്യം ഉണ്ടെങ്കിലും ചിരിക്കണം. നമുക്കതാണ് വേണ്ടത്. ആര് വന്നാലും അമ്മ പ്രായമുള്ളതുകൊണ്ട് എഴുന്നേക്കണ്ട, പ്രായം കുറഞ്ഞിരുന്ന എഴുന്നേക്കണ്ട, വാ എന്നൊന്ന് വിളിക്കുന്ന സ്ഥലം. എന്ത് വൈരാഗ്യം ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യർ അങ്ങനെ പെരുമാറണം. മറന്നുപോയാൽ ഞാൻ പറഞ്ഞു തന്നത് എന്നൊക്കെ ചോദിച്ച് എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഇത്രയും നേരം നമ്മുടെ കൂടെ രാവിലെ മുതൽ ഞങ്ങൾ അമ്മ എവിടെ വന്നിരുന്ന് ബുദ്ധിമുട്ടിച്ചു, ചായ ഇട്ട് തന്നു, നമ്മൾ കുറേ സംസാരിച്ചു, ഒത്തിരി സമയം നമ്മളിവിടെ ചെലവഴിച്ചു. നമുക്ക് അമ്മയുടെ വീട് നമുക്ക് അങ്ങ് തുറന്ന് തന്നു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇനി ഞങ്ങളിവിടെ വരും, അപ്പോഴും ഞങ്ങൾക്ക് തുറന്നിട്ട് തരണം. ഉറപ്പായിട്ടും ഞങ്ങൾ ഇനി അടുത്ത വർഷവും ഉറപ്പായിട്ട് ഇതേപോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇനി ഒത്തിരി സിനിമകളിൽ നമുക്ക് അമ്മേനെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷം. സന്തോഷം.